അച്ഛനും മകളും അല്ലേ, അമ്മയും മകനും എത്ര ക്ലോസാണ് അല്ലേ, അവരെത്ര നല്ലൊരു സ്നേഹബന്ധമാണോ അതുപോലെ തന്നെ ഉള്ളതാണ് അച്ഛനും മകളും എന്നുള്ളത്. അപ്പോൾ ഇന്നലെ എൻ്റെ അച്ഛൻ മരിച്ച ആ വാർഷിക ദിവസമായിരുന്നു. അപ്പം എന്താ വല്ലാത്തൊരു ഫീലാണ് ആ ഒരു ദിവസം വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസം എല്ലാ വർഷവും വരുമ്പോൾ അതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരു വേദന മാനസികമായിട്ടുണ്ടാകും. അത് ഈ പ്രാവശ്യം എനിക്ക് വന്നത് എൻ്റെ കുഞ്ഞു വഴിയാണ്. അവൾ വീണപ്പോഴേ എൻ്റെ മനസ്സ് പറഞ്ഞു, ആ ഒരു ദിവസത്തിന് മുമ്പ് എൻ്റെ മനസ്സ് നന്നായിട്ട് വേദനിക്കും. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ ഒരു പനിയെങ്കിലും വന്നിരിക്കും. അപ്പം ഞാനപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയോട് അത് പറയുകയും ചെയ്തു. അമ്മ ഒന്നുകിൽ എനിക്കാണ് എല്ലാ പ്രാവശ്യം വരുന്നത്, പക്ഷേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു പനിയെങ്കിലും നല്ല രീതിയിൽ വരും. പക്ഷേ ഈ പ്രാവശ്യം അവൾക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അത് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഇതാണ്. കാരണം നമുക്കൊന്നിനും നമുക്ക് ആ ദിവസം വരുമ്പോൾ അറിയാം. അപ്പോൾ നമ്മളെന്താണ് ചില കാര്യങ്ങളിലൊക്കെ ഒരു അലസതയൊക്കെ തോന്നും, വേറൊരു ഫീലായിരിക്കും. ചില ഓർമ്മകൾ നമ്മളെ ഇങ്ങനെ വേട്ടയാടും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിക്കുന്നിടത്ത് ചിലപ്പോൾ നിൽക്കണമെന്നില്ല. അത് ഓരോ മനസ്സിൻ്റെയും രീതി അനുസരിച്ച് ആണ്. അപ്പം എനിക്ക് എൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ നല്ലൊരു സാമൂഹ്യ ജീവിയായിരുന്നെന്ന് ഞാൻ പറയാം. അതായത് സമൂഹത്തിന് അത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത്. അച്ഛൻ എന്ത് ജോലി ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം നല്ലൊരു ബിസിനസ്സായിരുന്നു. പിന്നീട് അതെല്ലാം മാറി വന്നു. പക്ഷെ ഒരുപാടൊന്നും അങ്ങനെ സമ്പാദിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. കാരണം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് സഹായം, ഉള്ള കയ്യിലപ്പോൾ എത്ര രൂപയുണ്ടോ അത് വേണമെങ്കിൽ കൊടുക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇപ്പം വീട് വയ്ക്കാൻ സ്ഥലമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടിട്ടായിരിക്കും അവരുദ്ദേശിക്കുന്നത്. അവിടെ ചെന്ന് പിന്നെ ആളിനോട് ഒരു ഇച്ചിരി സങ്കടമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൽ കുറച്ച് തരും, കുറച്ച് പൈസയെ വാങ്ങുള്ളൂ എന്നൊക്കെ മനസ്സുകൊണ്ട് എൻ്റെ അച്ഛനെ നന്നായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ വന്ന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. വേറെ ഒന്നുമില്ല, ഞങ്ങൾക്ക് നല്ല കുറച്ച് പാഠമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആരും അതിനുവേണ്ടി ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആരോ ഒരാൾ വന്നിട്ട് കുറച്ച് മണ്ണെടുത്തോട്ടെ, അങ്ങനെ എടുക്കാൻ തുടങ്ങി എന്താണ് അത് വലിയൊരു കുഴിയായി മാറിയിരിക്കുകയാണ്. ഇപ്പം ആരും ചോദിക്കാനും പറയാനില്ല, എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് വാരിക്കൊണ്ട് പോകുക എന്ന് പറയുന്ന പോലെ എന്തോടെ നടക്കുന്നുണ്ട്. എനിക്കും ആ സ്ഥലം അറിയില്ല, അതങ്ങനെ നിൽക്കട്ടെ. അപ്പം അങ്ങനത്തെ ഒരു ആളായിരുന്നു എൻ്റെ അച്ഛൻ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും. നമുക്കിപ്പോൾ ഒരു കാര്യം പറയണം, ഇങ്ങനെ എന്നത് വേണം എന്നാൽ ചെയ്തു തരും. അപ്പം അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ അച്ഛൻ്റെ നല്ല വരുമാനമുള്ള സമയത്ത് എന്താണ് നമുക്ക് ലാഭിഷമാണ്, ഒന്നിനും ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നഷ്ടം അത് വേറൊരു രീതിയിൽ നമുക്ക് വളരെ ഒരു വിഷമമാണ്. പ്രത്യേകിച്ചും ഈ അമ്മയും മകനും തമ്മിലുള്ള ആ സ്നേഹബന്ധവും അടുപ്പവും അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് മകളും അച്ഛനും തമ്മിലുള്ളത്. ഒരിക്കൽ അത് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, ഞാനങ്ങ് +1 പഠിക്കുന്ന സമയം. അപ്പോൾ ഇങ്ങനെ വൈകുന്നേരം നല്ല മഴയൊക്കെ നല്ല മഴയായിരുന്നു. സ്കൂൾ വിട്ട് വരികയാണ്. വന്നിട്ട് അപ്പം നനഞ്ഞിട്ടൊക്കെ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയപ്പം എൻ്റെ അച്ഛനാണെങ്കിൽ ഈ മഴ ഒക്കെ വരുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് നല്ല ചൂട് കട്ടൻ കുടിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പം അമ്മ വിളിച്ച് പറയും, അമ്മ അതും ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ കപ്പ എന്താണെന്നറിയാം, മരച്ചീനി, അതിഷ്ടമുള്ള ആളാണ്. അപ്പം അതുമൊക്കെ വാങ്ങിച്ചു വെക്കും. അതിന് ചേരുന്ന മുളകൊക്കെ ഇടിച്ചിട്ടുള്ള ഉണ്ടല്ലോ, വെളിച്ചെണ്ണയും ഉള്ളിയും മുളകും ഒക്കെ ചേർത്ത് ഉപ്പുമൊക്കെ ഇട്ട് ഇച്ചിരി നല്ല വിനാഗിരിയാണെങ്കിൽ, അന്നൊക്കെ അതിനുള്ള സാഹചര്യമുണ്ട്, നല്ല വിനാഗിരി അതൊക്കെ ഇത്തിരി ഒഴിച്ചിട്ട് കപ്പയൊക്കെ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ ചെറിയ മീനുകളൊക്കെ ഉണ്ട്.
അപ്പം അതൊക്കെ കൂടുതലായിട്ട് കിട്ടുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഇത് വാങ്ങിയിട്ട് ഞങ്ങളുടെ അവിടെ കുറേ അധികം ആളുകൾ താമസിക്കുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവരെ ഏൽപ്പിക്കും. അപ്പോൾ അവരത് വൃത്തിയാക്കിയിട്ട് ഉണക്കും, നന്നായിട്ട് ഉണക്കിയിട്ട് നമുക്ക് കൊണ്ടുതരും. അപ്പം നമുക്ക് അവർക്ക് പൈസ കൊടുത്താൽ മതി. അപ്പം അങ്ങനെയൊക്കെ ശേഖരിച്ചൊക്കെ വെച്ച് മഴ സമയം നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ ഒരിക്കലും അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നു. അപ്പം എനിക്ക് ഇച്ചിരി എനിക്കൊരു അനിയനുണ്ടെങ്കിൽ പോലും ഇത്തിരി അതിന് പറയുക, കൊഞ്ചൽ എന്നൊക്കെ പറയുന്നില്ലേ, അമ്മ പറയുന്നത് കൂടുതൽ കൊഞ്ചല്ലേ എന്ന് പറയും. അങ്ങനൊരു ഇതാണ്. അപ്പം ആദ്യമേ ഈ മഴയൊക്കെയല്ലേ ഒരു സുഖമല്ലേ, ആദ്യമേ അമ്മ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്കിപ്പം മടിയിൽ കിടക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്നപ്പം അമ്മ സമ്മതിച്ചില്ല. അപ്പം അച്ചാച്ചൻ അവിടെ ഇരിപ്പുണ്ട്. എന്താ ഞാൻ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അവൾക്ക് ഇപ്പം മടിയിൽ കിടക്കണമെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛനെ പെട്ടെന്ന് അതിനെന്താ ഇവിടെ വന്ന് കിടക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അച്ചാച്ചൻ്റെ മടിയിൽ പോയി കിടന്നു. അയ്യോ, എനിക്ക് എന്താ കിട്ടിയ ഒരു സന്തോഷമെന്നറിയാമോ. പക്ഷെ കുറച്ച് നേരം കിടത്തിയുള്ളൂ കേട്ടോ, മതി എണീറ്റ് പോകാമെന്ന് പറഞ്ഞു. എങ്കിലും കുറച്ച് നേരം എന്നെ മടി കിടത്തിയല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇതുപോലെ തന്നെയാണ് എന്നെ മോളേന്നോ എൻ്റെ പേരൊന്നുമല്ല വിളിക്കുക, കൊച്ചേന്നേ വിളിക്കത്തുള്ളൂ. ഇപ്പോഴും എന്നെ അങ്ങനെ കൊച്ചേന്നൊക്കെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ പെട്ടെന്ന് എനിക്ക് ചിലപ്പോൾ എനിക്കത് ദേഷ്യമാണ്. എന്നെ കൊച്ചേന്ന്, എനിക്ക് ആ ഒരാൾ എന്നെ കൊച്ചേന്ന് വിളിക്കുന്നതാണ് കൂടുതലിഷ്ടം. പിന്നെ എന്നെ ഓർക്കും, അങ്ങനെ വിളിക്കാൻ ആരുണ്ടല്ലോ. അപ്പം പിന്നെ എനിക്കിഷ്ടമുള്ളതെന്ന് വെച്ചാൽ മിക്കവാറും ഈ സൗമ്യ എന്നുള്ളതിൻ്റെ കൂടെ കുട്ടി എന്ന് ചേർക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും കുറേ പേര് എന്നെ സൗമ്യ കുട്ടി എന്ന് വിളിക്കാറ്. അതും ഒരു സന്തോഷം അല്ലേ. ചില പേരുകൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മളോട് ആ സ്നേഹത്തോടു കൂടിയുള്ള ചില പേരുകൾ നമുക്ക് സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുമ്പോഴും കൊച്ച് എന്ന് പറയാറുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്കൊരു നഷ്ടമായിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു ഫീലും ഒക്കെ. എനിക്ക് ഉൾക്കൊള്ളാൻ എന്താ പറയുക, ഇപ്പോഴും എൻ്റെ മനസ്സിലും എൻ്റെ കണ്ണിലും ഇങ്ങനെ കിടപ്പുണ്ട്. ചിതയിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചു കിടക്കുന്ന സമയത്ത് തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇരുന്നിട്ടേ ഇല്ല. എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ കരഞ്ഞിട്ടില്ല, അത് വേറൊരു കാര്യം. കരയത്തില്ലായിരുന്നു ഞാൻ ആ സമയത്ത്. എല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ പിടിച്ചു. ഞാൻ പെട്ടെന്നൊന്നും കരയുന്ന ഒരാളല്ല. വലിയ കാര്യങ്ങൾക്ക് കരയാതെയും ചെറിയ കാര്യത്തിന് കണ്ണുനീര് വരുന്ന ഒരു പ്രകൃതമൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അച്ഛൻ മരിച്ചപ്പോഴും എനിക്ക് കരയാൻ പറ്റുന്നില്ല. അങ്ങനെ ആ സമയമാകുമ്പോഴത്തേക്കും അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നുകൂടെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ഇങ്ങനെ കാണുന്ന ഒരു മുഖം, ചന്ദനക്കുറയൊക്കെ തൊട്ടിങ്ങനെ ചെറിയ ഒരു ചിരിയുണ്ട്. ആ ചിരിയോടുകൂടി ഇങ്ങനെ കിടക്കുന്ന ആൾ ഒരു ഉമ്മയും കൊടുത്ത്, പിന്നെ എനിക്കൊന്നും അറിയില്ല, വലിയ ഇതില്ല, അത്ര തിരക്കായിരുന്നു ആ സമയത്തൊക്കെ എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു മുഖം എൻ്റെ കണ്ണിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഒരിക്കൽ ട്യൂഷൻ സെൻ്ററിൽ നമുക്കറിയാവുന്ന ഒരു ചേച്ചി വന്നപ്പം എന്നെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഇന്ന ആളുടെ എന്ന് പറയുമ്പോൾ അറിയാം, അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പം ചിരി കണ്ടപ്പോഴേ മനസ്സിലായി എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ആ അച്ഛൻ്റെ ആ ഒരു ഇത് എന്തൊക്കെയോ എനിക്കും കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം ഇല്ലേ. നമ്മുടെ അച്ഛനും അമ്മയുടെയും ഭാഗമാണല്ലോ നമ്മൾ. അപ്പോൾ അത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ്റെയും ഒരു ലുക്കുണ്ട്, അമ്മയുടെയും ഒരു ലുക്കുണ്ടെന്ന് പറയും. അനിയനും അങ്ങനെ ഒരു ഇതുണ്ട്. അവന് മീശയൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എൻ്റെ അച്ഛൻ്റെ ആ ഒരു ഫേസൊക്കെ വരും. എന്തായാലും അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഇന്നും ഉള്ളിലിങ്ങനെ ആ ഒരു വിങ്ങലിങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെയൊക്കെ ഇങ്ങനെ എല്ലാം സംസാരിക്കുമ്പോഴും ഉണ്ട്. പക്ഷേ നമുക്കെന്താണ്, വർഷങ്ങൾ ചെല്ലും തോറും ആ ഒരു ഓർമ്മയായിട്ട് നിൽക്കുമെങ്കിലും നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ലല്ലോ. പുതുതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് വർഷങ്ങളായിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് പഴയതിനെ ഇങ്ങനെ ഓർത്തെടുക്കുക എന്ന ഒറ്റ കാര്യമല്ലേ ഉള്ളൂ. എന്തോ ആയിക്കോട്ടെ, ഇതുപോലെ നഷ്ടങ്ങൾ എല്ലാവർക്കും
ഉണ്ടാവും അല്ലേ. അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. അങ്ങനെ ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ ഈ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ വരുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നാറുണ്ട്. വഴക്കും ബഹളവും ഒക്കെ ആകുമ്പോൾ സമയത്ത് ഓർക്കാം, നാളെ ഞാനില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന ആൾ നാളെ ഇല്ലാണ്ടായാൽ നമ്മളെങ്ങനെ ഉൾക്കൊള്ളും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു നെഗറ്റീവ് രീതി ചിന്തിക്കേണ്ട. ചിലപ്പോൾ ആ ഒരു ചിന്തയായിരിക്കും ആ വഴക്ക് ഇല്ലാണ്ടാക്കുന്നതും ഒരുമിച്ച് നന്നായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പ്രചോദനം നൽകുന്നത്. ചിലർ കണ്ടിട്ടില്ലേ, ചിലപ്പം മരണത്തിൻ്റെ അടുത്ത് വരെ ചെന്നിട്ട് തിരിച്ചു വരും. ചിലപ്പോൾ ആ ഒരു നിമിഷം കൊണ്ടായിരിക്കും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭവം ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ അതൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ, സംഭവിച്ചിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ എന്തുവായാലും എല്ലാവർക്കും അച്ഛനും അമ്മയും വളരെ വിലപ്പെട്ടതാണ്. അതങ്ങനെ ഇരിക്കട്ടെ. അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ചെയ്തു കൊടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ.